മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ജോലി ചെയ്തവൻ അവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുന്നേ അതിനുള്ള കൂലി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പക്ഷെ നമ്മളെ ഈ ഒരു സമൂഹത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്ത ജോലിക്കുള്ള സാലറി കിട്ടണില്ല എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതിന് ചില ആളുകൾ ഭയങ്കര ഞാൻ ആ ഒരു ബോസാണ്, അല്ലെങ്കിൽ എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഇനി വീട്ടു ജോലി ആയിക്കോട്ടെ, കൂലിപ്പണി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആരായിക്കോട്ടെ കേട്ടോ, അവിടെയുള്ള ഒരാളൊരു വിജയം, അതല്ലെങ്കിൽ നമ്മളെ ജോലിക്കാരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതിലുള്ള ഒരു വിജയം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ നമ്മളായിട്ട് തന്നെ, അല്ലെങ്കിൽ നമ്മളെ മക്കളായിട്ട്, നമ്മളെ കൂടപ്പറപ്പുകളെ പോലെ കാണും, ഒരു ജോലിക്കാരായി കാണാതെ നമ്മളൊരു ഫ്രണ്ടിനെ പോലെ. ഞാൻ പറഞ്ഞല്ലോ, ആരായിട്ടും നമ്മൾ ആ ഒരു രീതിയിൽ ആ ഒരു ഏജിനനുസരിച്ച് നമുക്ക് ആരായിട്ടും അവരെ കാണാം, നമ്മളെ കൂടപ്പറപ്പ് പോലെ തന്നെ കാണും. കാരണം നമുക്ക് വിശക്കുണ്ടാവും, നമുക്ക് ദാഹിക്കുണ്ടാവും, അവർക്കും ഉണ്ടാവും, നമ്മളെ പോലുള്ള മനുഷ്യന്മാരാണ് അവരെ എന്നുള്ളതാണ്. പിന്നെ അവർ ജോലി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് എക്സ്ക്യൂസ് പറഞ്ഞിട്ട് സാലറി അടുത്ത മാസം തരാം, അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇതൊന്നും പറയാതെ നമ്മൾ റിസൾട്ട് പറഞ്ഞത് ഫോളോ അപ്പ് ചെയ്ത് പോവാം. അപ്പോൾ അവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലേ. ഇപ്പോൾ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് എക്സ്ട്രാ ഒരു വർക്ക് അയാൾക്ക് കൊടുക്കാനുണ്ട്, നമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വിചാരിക്കും. അപ്പോൾ ഒരു എക്സ്ട്രാ വർക്ക് ഞാൻ അയാൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അയാൾക്കും കിട്ടുന്നുണ്ടെങ്കിൽ അയാൾക്ക് ചെയ്യാൻ കുറച്ചും കൂടെ താല്പര്യം ഉണ്ടാവും അല്ലേ. അതല്ല എന്നുണ്ടെങ്കിൽ ഇയാൾ ഒന്നും കൊടുക്കാതെ ഒരു കൈതനെ പോലെ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ ചെയ്യും, അയാളെ നിവൃത്തികേടാണല്ലോ ജോലിക്ക് വരുന്നത്. അയാളെ കുടുംബം പോറ്റണമെന്നുണ്ടെങ്കിൽ സാലറി വേണം, അയാൾക്ക് നിവൃത്തികേടാണ് വരുന്നത്. അപ്പോൾ ഇയാളൊന്നും പറയാതെ ചെയ്യും. പക്ഷെ ഉള്ള കൊണ്ട് ഈ ഒരു വ്യക്തിനെ, ഈ ഒരു ബോസിനെ, അതല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും, പ്രാഗിക്കൊണ്ടേയിരിക്കും, ഉള്ളുകൊണ്ട് പറയുന്നുണ്ടാവും, പുറത്ത് പറയണില്ല. അപ്പൊ ആ ഒരു പ്രാഗ് നമുക്കും നമ്മളെ കുടുംബത്തിനും അത് ഏൽക്കും എന്നുള്ളതാണ്. അതേ സമയത്ത് ഇപ്പൊ നമ്മളെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ആളാണെന്ന് വിചാരിക്കുക, നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മളെ ഭക്ഷണം കഴിക്കുന്നത് എന്താണോ അത് അവർക്ക് കൊടുക്കുക, നമ്മളെ വസ്ത്രം എടുക്കേണ്ട അവർക്കും കൊടുക്കുക, നമ്മൾ പരിഗണന കൊടുക്കുക അവർക്ക്. അപ്പൊ അവർക്കും തന്നെ നമ്മളോടൊരു ആത്മാർത്ഥത കൂടും, നമുക്ക് അവരെ വിശ്വസിക്കുക, നമ്മളോടുള്ള ആ ഒരു ബിഹേവിയറും ആ രീതിയിലാവും. സന്തോഷത്തോട് കൂടിയിട്ടാണ് അവർ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. എക്സ്ട്രാ വീട്ടിൽ ഒരു പണി കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ, സാധാരണ ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു കൂടുതൽ ജോലിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കി അവർക്ക് അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർക്ക് ചെയ്തു തരാൻ താല്പര്യം ഉണ്ടാവും. അതേ സമയത്ത് നമ്മൾ അതിന് എന്നും ഉള്ള രീതിയിൽ തന്നെ പോവാ, ഭയങ്കര അവരടുത്തൊരു റഷായിട്ട് സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവര് വേറെ എവിടെയെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ എന്ത് ചെയ്യും, അവർ പോവും, നമ്മളെ വിട്ട് പോവും എന്നുള്ളതാണ് തീർച്ചയായിട്ടും. അതേ സമയത്ത് നമ്മൾ ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിലും അവർ നമ്മളെ കൂടെ നിൽക്കും. അതേ സമയത്ത് വേറൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മളിട്ട് പോവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് മാത്രമല്ല, അവർ നമ്മളെ പ്രാഗിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമ്പത്ത് നമുക്കോ നമ്മൾ അടുത്തൊരു തലമുറക്കോ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. നമുക്കത് വെറുതെ പോവും, നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ബിസിനസ് രംഗത്തുള്ളവരായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഒരു വ്യക്തി ഏതിലാണെങ്കിലും നമ്മളെ കീഴിൽ ഒരു ജോലി ചെയ്യുന്ന ഒരാളെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളതായിട്ട് കണക്കാക്കുക, അയാൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അയാളെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ്. അയാളെ ഹാപ്പി ആക്കാൻ ചിലപ്പോൾ നിങ്ങൾ എക്സ്ട്രാ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും, എക്സ്ട്രാ ചെയ്യേണ്ടി വരും, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ അത് നിങ്ങൾക്ക് നല്ലതിനെ ആവുള്ളൂ. നിങ്ങൾക്കത് കൂടുതൽ കൂടുതൽ പടച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങൾ ഏത് മേഖലയിലായിക്കോട്ടെ, കൂടുതൽ കൂടുതൽ നിങ്ങൾക്കത് പുരോഗതിയിലേക്കേ പോവുള്ളൂ. ഇതൊരു ബിസിനസ് ട്രിക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇത്തരം ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഈഗോകളൊക്കെ മാറ്റി വെച്ച് അതിനെ ഞാൻ ഈ ഒരു പറഞ്ഞ കാര്യത്തിനെ നിങ്ങളൊന്ന് പ്രാക്ടിക്കലാക്കി നോക്കുക. നിങ്ങൾക്കും സന്തോഷമാവും, അവർക്കും സന്തോഷമാവും. അതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചുകൊണ്ട് ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. തീർച്ചയായും എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു ബെലൈക്കൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസുകളൊക്കെ കിട്ടും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.